നമസ്കാരം പ്രിയ കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് മലയാള സാഹിത്യത്തിലെ അതുല്യ പ്രതിഭയായ വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ മരണത്തിൻ്റെ നിഴലിൽ എന്ന നോവലാണ്. കഥയിലേക്ക് പോകും മുമ്പ് ഒരു നിമിഷം, ഒരുപാട് കൂട്ടുകാർ ഇപ്പോഴും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ട്. അങ്ങനെയുള്ള കൂട്ടുകാരും ഈ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരും തീർച്ചയായും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ നമുക്ക് നേരെ കഥയുടെ ഉള്ളടക്കത്തിലേക്ക് കടക്കാം. ബഷീറിൻ്റെ പ്രണയകഥകളും നർമ്മകഥകളും നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുണ്ട്. എന്നാൽ ഈ നോവൽ അതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമാണ്. ജീവിതത്തിൻ്റെയും മരണത്തിൻ്റെയും ഇടയിൽ നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ വളരെ ആഴത്തിൽ അവതരിപ്പിക്കുന്ന കൃതിയാണിത്. മരണത്തിൻ്റെ നിഴലിൽ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു ഭയവും വിഷാദവും നമ്മളിലുണ്ടാകും. എന്നാൽ ഇത് വെറും മരണത്തെക്കുറിച്ചുള്ള കഥയല്ല. മരണം അടുത്തു വരുമ്പോൾ മനുഷ്യൻ തൻ്റെ ജീവിതത്തെ എങ്ങനെ വിലയിരുത്തുന്നു, തൻ്റെ ഓർമ്മകളെയും സ്വപ്നങ്ങളെയും ബന്ധങ്ങളെയും എങ്ങനെ കാണുന്നു എന്നതാണ് ഈ നോവലിൻ്റെ കേന്ദ്ര ആശയം. കഥയുടെ പശ്ചാത്തലം നോവലിലെ നായകൻ ജീവിതത്തിൻ്റെ ഒരു നിർണായക ഘട്ടത്തിലാണ്. അവൻ മരണത്തെ നേരിട്ട് അഭിമുഖീകരിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിച്ചേരുന്നു. ഈ അവസ്ഥയിൽ അവൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളും ഓർമ്മകളും ഭയങ്ങളും പ്രതീക്ഷകളുമാണ് കഥയുടെ പ്രധാന ഘടകം. ഇവിടെ പുറം ലോക സംഭവങ്ങളെക്കാൾ പ്രധാനപ്പെട്ടത് നായകൻ്റെ ഉള്ളിലെ ലോകമാണ്. അതുകൊണ്ട് തന്നെ ഈ നോവൽ വായിക്കുമ്പോൾ നമ്മൾ നായകൻ്റെ മനസ്സിനുള്ളിലേക്ക് കടന്നു പോകുന്ന ഒരനുഭവമാണ് ലഭിക്കുന്നത്. മരണം എന്നത് എല്ലാ മനുഷ്യർക്കും ഒരുപോലെ ഒഴിവാക്കാനാകാത്ത യാഥാർത്ഥ്യമാണ്. എന്നാൽ സാധാരണ ദിവസങ്ങളിൽ നമ്മൾ അതിനെക്കുറിച്ച് അധികം ചിന്തിക്കാറില്ല. പക്ഷെ മരണം അടുത്തെത്തുന്നു എന്ന് തോന്നുന്ന നിമിഷം എല്ലാം മാറുന്നു. നായകനും അതേ അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അവൻ ഭയപ്പെടുന്നു. അവൻ്റെ മനസ്സിൽ നിരവധി ചോദ്യങ്ങൾ ഉയരുന്നു. എൻ്റെ ജീവിതത്തിന് അർത്ഥമുണ്ടായിരുന്നോ? ഞാൻ ചെയ്തത് ശരിയായിരുന്നോ? ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത്? അത്തരത്തിലുള്ള ചോദ്യങ്ങൾ അവനെ അലട്ടുന്നു. മരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മനുഷ്യൻ പലപ്പോഴും ഭൂതകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കും. നായകനും തൻ്റെ പഴയ ജീവിതം ഓർക്കുന്നു. കുട്ടിക്കാലം, കുടുംബം, സുഹൃത്തുക്കൾ, സന്തോഷ നിമിഷങ്ങൾ, വേദനാജനകമായ അനുഭവങ്ങൾ, ഇതെല്ലാം അവൻ്റെ മനസ്സിൽ തെളിഞ്ഞു വരുന്നു. ഈ ഭാഗങ്ങളിൽ ബഷീർ മനുഷ്യ മനസ്സിൻ്റെ സ്വാഭാവിക പ്രവണതയെ വളരെ മനോഹരമായി അവതരിപ്പിച്ചിരിക്കുന്നു. ജീവിതം അവസാനിക്കാനിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഓർക്കുന്ന നമ്മുടെ അനുഭവങ്ങളെയാണ്. നോവലിലെ ഏറ്റവും ശക്തമായ വികാരങ്ങളിലൊന്നാണ് ഏകാന്തത. മരണം നേരിടുന്ന മനുഷ്യൻ പലപ്പോഴും ഒറ്റപ്പെട്ടവനായി മാറുന്നു. ചുറ്റുമുള്ളവർ ഉണ്ടായാലും അവൻ്റെ ഉള്ളിലെ ഭയം മറ്റാർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ കഴിയില്ല. ഈ ഏകാന്തതയാണ് നായകനെ കൂടുതൽ ആഴത്തിലുള്ള ചിന്തകളിലേക്ക് നയിക്കുന്നത്. അവൻ തൻ്റെ ജീവിതത്തെ വിശകലനം ചെയ്യുന്നു, തൻ്റെ തെറ്റുകളും വിജയങ്ങളും വിലയിരുത്തുന്നു. നോവലിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇതാണ്: ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം എന്താണ്? സമ്പത്ത്, പ്രശസ്തി, അധികാരം, അല്ലെങ്കിൽ മനുഷ്യബന്ധങ്ങളോ? ബഷീർ നേരിട്ട് ഉത്തരങ്ങൾ പറയുന്നില്ല. പകരം വായനക്കാരനെ ചിന്തിപ്പിക്കുന്നു. ഓരോരുത്തരും സ്വന്തം ജീവിതത്തെക്കുറിച്ച് സ്വയം വിലയിരുത്തണം എന്ന സന്ദേശമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ഈ നോവലിലെ പ്രധാനമായി ശ്രദ്ധിക്കപ്പെടുന്നത് നായകന്റെ മനസ്സാണ്. അവന്റെ ചിന്തകളാണ് കഥയെ മുന്നോട്ട് നയിക്കുന്നത്. സാധാരണ മനുഷ്യന്റെ പ്രതിനിധിയാണ്. അവന്റെ ഭയങ്ങളും സംശയങ്ങളും പ്രതീക്ഷകളും നമ്മുടെ തന്നെയാണ്. അതുകൊണ്ടാണ് വായനക്കാർക്ക് കഥാപാത്രവുമായി എളുപ്പത്തിൽ ബന്ധപ്പെടാൻ വായനക്കാരന്റെ മനസ്സിൽ ആഴത്തിൽ പതിയുന്നു. നോവലിൻ്റെ പ്രധാന സന്ദേശങ്ങൾ: ഒന്നാമതായി, മരണം അനിവാര്യമാണ്. രണ്ടാമതായി, ജീവിതത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയേണ്ടത് ജീവിച്ചിരിക്കുമ്പോഴാണ്. മൂന്നാമതായി, മനുഷ്യബന്ധങ്ങളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. നാലാമതായി, സ്വയം തിരിച്ചറിയുക എന്നതാണ് ജീവിതത്തിലെ പ്രധാന യാത്ര. ഇന്നത്തെ കാലത്ത് ഈ നോവലിൻ്റെ പ്രസക്തി: ഇന്ന് മനുഷ്യർ തിരക്കേറിയ ജീവിതമാണ് നയിക്കുന്നത്. പണം, ജോലി, വിജയം എന്നിവയുടെ പിന്നാലെ ഓടുകയാണ് പലരും. അത്തരമൊരു സാഹചര്യത്തിൽ ഈ നോവൽ നമ്മളെ നിർത്തി ചിന്തിപ്പിക്കുന്നു. നമ്മൾ ജീവിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? നമ്മുടെ ജീവിതം അർത്ഥവത്താണോ? നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടോ? ഇത്തരം ചോദ്യങ്ങൾ ഉയർത്താൻ ഈ കൃതിക്ക് കഴിയും. മരണത്തിൻ്റെ നിഴലിൽ ഒരു സാധാരണ നോവൽ മാത്രമല്ല, ജീവിതത്തെക്കുറിച്ചുള്ള മരണഭയത്തിനിടയിലുമാണ് നായകൻ ഒരു സത്യം മനസ്സിലാക്കുന്നു. ജീവിതം എന്നത് വെറും ശ്വാസമെടുക്കലല്ല, സ്നേഹിക്കാനും സഹായിക്കാനും ഓർമ്മകൾ സൃഷ്ടിക്കാനുമുള്ള അവസരമാണ്. നാം സമ്പാദിച്ച പണവും പദവിയും പ്രശസ്തിയും ഒടുവിൽ എല്ലാം പിന്നിൽ പോകും. പക്ഷേ മനുഷ്യൻ നൽകിയ സ്നേഹവും നന്മയും മാത്രമാണ് നിലനിൽക്കുക. ഇതാണ് നോവലിൻ്റെ പ്രധാന സന്ദേശങ്ങളിൽ ഒന്ന്. കഥയുടെ അവസാന ഭാഗത്ത് നായകൻ ഒരു വലിയ മാറ്റം അനുഭവിക്കുന്നു. ആദ്യമൊക്കെ അവൻ മരണത്തെ ഭയന്നിരുന്നു.
പക്ഷേ പിന്നീട് അവൻ തിരിച്ചറിയുന്നു, മരണം ഒഴിവാക്കാൻ കഴിയാത്ത സത്യമാണ്. അത് ജീവിതത്തിൻ്റെ അവസാനമല്ല, ജീവിതയാത്രയുടെ സ്വാഭാവിക കാലഘട്ടമാണ്. ഈ തിരിച്ചറിവ് അവന് മനഃശാന്തിയും നൽകുന്നു. ഭയം കുറഞ്ഞു, സ്വീകരണം വർദ്ധിച്ചു. അവൻ ജീവിതത്തെ പുതിയ രീതിയിൽ കാണാൻ തുടങ്ങുന്നു. ഈ നോവൽ നമ്മളെ പഠിപ്പിക്കുന്നത് മരണം ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഭയന്ന് ജീവിക്കുന്നതിനേക്കാൾ അർത്ഥവത്തായി ജീവിക്കുകയാണ് പ്രധാനം. മനുഷ്യൻ്റെ ഏറ്റവും വലിയ സമ്പത്ത് സ്നേഹമാണ്. ഓരോ ദിവസവും അവസാന ദിവസമാണെന്ന് കരുതി ജീവിച്ചാൽ ജീവിതത്തിൻ്റെ വില കൂടുതൽ മനസ്സിലാകും. പ്രിയ കൂട്ടുകാരെ, ബഷീറിൻ്റെ മരണത്തിൻ്റെ നിഴലിൽ എന്ന നോവൽ വെറും ഒരു കഥയല്ല, ജീവിതത്തെയും മരണത്തെയും കുറിച്ചുള്ള ഒരു ആഴമുള്ള ചിന്തയാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി. അടുത്ത വീഡിയോയിൽ മറ്റൊരു മികച്ച മലയാള നോവലുമായി നമുക്ക് വീണ്ടും കാണാം.